അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷിബില. എൻ്റെ സ്ഥലം കോതമംഗലം. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേട്ടായി, ചേച്ചി, ഞാൻ അടങ്ങുന്ന ഒരു കുടുംബം. ചെറുപ്പം മുതലേ ഞാൻ പഠിച്ച് വളർന്നതും എൻ്റെ കൂടെ കൂട്ടുകാരികളായിട്ടുണ്ടായിരുന്നവരും ഇസ്ലാം മതത്തിലുള്ള കൂട്ടുകാരികളാണ് എനിക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവരായിട്ട് കൂടുതൽ ഇടപഴകി അവരുടെ കൂടെ കളിച്ച് വളർന്നതും അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഞാനും അവർ തലയിൽ ഷാളിടുന്നത് പോലെ ഞാനും തലയിൽ ഷാളൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. പിന്നെ വീട്ടിൽ പപ്പയുടെയും മമ്മിയുടെയും കൂടെ പള്ളിയിൽ പോവും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി വളർന്ന് വന്നു. ചെറുപ്പം മുതലേ പപ്പയും മമ്മിയും പള്ളിയിൽ പോകുന്നു, അതനുസരിച്ചിട്ട് അവരുടെ കൂടെ പള്ളിയിൽ പോകുന്നു, വേദപാഠ ക്ലാസ്സിൽ പോകുന്നു, അതുപോലെ ഡെയിലി പോയിരുന്ന ആളാണ്. പക്ഷെ പിന്നെയും കൂടുതലും ഞാൻ സ്കൂൾ കാലത്തിലാണ് എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂട്ടുകാരികളൊക്കെ വരണ കണ്ടപ്പോഴും അവർ നിസ്കാരവും കാര്യങ്ങളായിട്ട് പോണ കാണുമ്പോഴും തല മറച്ച് നടക്കണ കാണുമ്പോഴും അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതലും അങ്ങനെ നടക്കാനായിരുന്നു ഇഷ്ടം. ഞാനങ്ങനെ നടന്നു, അങ്ങനെ കൂടുതലും നടന്നിരുന്നു. പിന്നെ വീട്ടിൽ പപ്പയും മമ്മിയും അവർ പള്ളിയിൽ പോകുമ്പോൾ അവരുടെ കൂടെ പോകും എന്നല്ലാതെ കൂടുതൽ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. അതിന് അവർ ചെയ്യണ കാണുമ്പോൾ അതുപോലെ നമ്മളും ചെയ്തിരുന്നു, അത്ര തന്നെയുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഈ വേദപാഠ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കണോ അത് ആ കാലത്ത് അങ്ങനെ അങ്ങ് പോയിരുന്നു. കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനോ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അവർ പോകുന്ന പോലെ നമ്മൾ പോകുന്നു, അത്ര തന്നെയുള്ളൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പകാലത്ത് പള്ളിയിൽ പോയിരുന്ന സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും പല ആൾക്കാരോടും നമ്മൾ പല രീതിയിലും പ്രാർത്ഥിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അങ്ങനെയുള്ള പല മാതാവ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരോടും നമ്മൾ പ്രാർത്ഥന അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കൂടി നമ്മൾ ചെറുപ്പത്തിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടെങ്കിൽ കൂടിയിട്ടും എൻ്റെ മനസ്സിൽ ഒരാൾ തന്നെയുള്ളൂ, ദൈവം. ആ ഒരാളെ തന്നെ കണ്ടിട്ടാണ് നമ്മൾ ഈ പല പേരുകളിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഒരാളെ ദൈവമുള്ളൂ എന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കണതും. ഇപ്പോഴും അന്നും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. പല പേരുകൾ കൊണ്ട് നമ്മൾ പലരോടും പറയുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മുടെ മനസ്സിൽ ഒരാൾ തന്നെ ദൈവമായിട്ടുള്ളൂ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഈ ഇസ്ലാം മതത്തിനോട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരികളൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും. അപ്പോൾ അവർ നടക്കണ പോലെ നടക്കാനും അവരുടെ കൂടെ നടക്കാനും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനും ഞാൻ തീരുമാനിച്ചത്. ഇസ്ലാം മതത്തോട് കൂടുതൽ താല്പര്യം തോന്നുകയും അതിലേക്ക് വരണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു സാഹചര്യത്തിൽ എനിക്കിതിലേക്ക് വരാനൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അതിലേക്ക് വന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, വീട്ടുകാർക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇപ്പോൾ അവർ എതിർപ്പൊന്നുമില്ല, എല്ലാവരുമായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുടുംബ സാഹചര്യം വളരെ മോശമായിരുന്നു. കുടുംബ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിൽ പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി അവരടങ്ങുന്ന ഞാൻ പറഞ്ഞില്ല. എൻ്റെ പപ്പ നല്ലോണം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അത് കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം വളരെ മോശമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പോകണമെന്ന് വരെ ചിന്തിച്ച ഓരോരോ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ സാഹചര്യം മറികടക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങളും കുറേ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓരോ സുഹൃത്തുക്കളും അവരുടെ ഓരോ ഇടപെടലുകളും. അപ്പോൾ കൂടുതലും ഇപ്പം ഞാൻ ഈ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിന് വളരെ സന്തോഷവും വളരെ സമാധാനവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് നൗഷാദ്, എനിക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഈ ഇസ്ലാം മതത്തിലേക്ക് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ പല അപേക്ഷകളും കാര്യങ്ങളും പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഈ ഇസ്ലാം മതത്തിൽ ഏകദൈവ വിശ്വാസമാണ്. ഏകദൈവ വിശ്വാസമായിട്ട് കണ്ട് പ്രാർത്ഥിക്കാനാണ് ഇതിൽ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കണതും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. നമ്മുടെ ഈ ഇസ്ലാം മതത്തിൽ തന്നെ പല ആൾക്കാരും യാറം മൂടാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനോടൊന്നും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമേ തോന്നിയിട്ടില്ല. നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ പടച്ചവനോട് നേരിട്ട് പറയുക. അതിന് സാക്ഷിയായിട്ട് ഒരാളെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നേരിട്ട് പറയുക, നമ്മൾ പറയാനുള്ളത് പടച്ചവനോട് നേരിട്ട് പറയുക. അല്ലാതെ പല ആൾക്കാർക്കുടെ പേര് പറഞ്ഞ്
പലയിടത്ത് പോയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ടും അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ നമ്മുടെ മതം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ നമ്മുടെ വിശ്വാസപ്രകാരം ഏകദൈവമാണ്, ആളോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കണതും. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ആരാധന സമയമോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ ഈ ഇസ്ലാമിക ജീവിതത്തിൽ നമുക്ക് 5 നേരം നമ്മൾ നിസ്കരിക്കുന്നത് തന്നെ നമ്മുടെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ 5 നേരം നിസ്കരിക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഓരോ നിസ്കാരത്തിലും കഴുകപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ നിസ്കാരത്തിലും നമ്മൾ ചെയ്ത പാപങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അത് നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുത്തപ്പെട്ട് കിട്ടും എന്ന് വിചാരിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. അതേപോലെ നമുക്ക് 5 നേരം നമസ്കരിക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പോകുന്ന ആളുകൾക്ക് മറ്റൊരു ചീത്ത കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ പഠിച്ചവനോട് കൂടുതൽ അടുക്കുള്ളൂ. നമ്മൾ നിസ്കാരം തെറ്റിക്കാതെ കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാർ ഒരു തരത്തിലും മറ്റൊരു രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ ചിന്തിക്കണില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറുതിലേ മുതൽ, ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ചെറുതിലേ മുതൽ നേഴ്സറി തൊട്ടേ എൻ്റെ കൂട്ടുകാരികൾ കൂടുതലും മുസ്ലിംസാണ്. എൻ്റെ ഏരിയയിൽ മുസ്ലിംസ് കുറവാണെങ്കിൽ കൂടിയിട്ടും എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കൂടെ വളർന്ന കൂട്ടുകാരികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ ഈ തലയിൽ ഷാളിട്ട് നടക്കുന്നതും അങ്ങനെയൊക്കെ നടക്കുന്ന കണ്ടിട്ട് എനിക്ക് അവരോട് ഒരു ഇഷ്ടവും സ്നേഹവും കൂടുതൽ തോന്നിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ മറ്റുള്ള ജാതിക്കാർ എന്ന് പറയുമ്പോൾ അങ്ങനെ മറച്ച് നടക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ തലയിൽ ഷാൾ ഇടുന്നു, അങ്ങനെ ഒരു നിർബന്ധപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഈ ഇസ്ലാമികത്തിൽ കൂടുതലും തലമറച്ച് മുഖം മറച്ച് നടക്കുന്നതാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വെച്ച് അവസാനത്തെ വേദഗ്രന്ഥമാണ് നമ്മുടെ ഖുർആൻ. ക്രിസ്ത്യൻസ് ബൈബിള് വായിക്കുന്നു, അതേപോലെ മറ്റുള്ളവർ രാമായണം വായിക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഈ നമ്മുടെ ഗ്രന്ഥം ഈ ഖുറാനിൽ അതിലാദ്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരെ എന്നാണ് ആദ്യം തന്നെ അതിൽ എഴുതിയിട്ടുള്ളത്. അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ്. അതെല്ലാവരും വായിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമയും ഒരു സമാധാനവും നമുക്ക് മനസ്സിന് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അതെല്ലാവരും വായിക്കണം. അത് വായിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും മാറി സന്തോഷം നമുക്ക് തോന്നും. അത് വായിക്കാത്തവർ അതെല്ലാവരും വായിക്കണം, അത് വായിക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഇസ്ലാം മതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ദൈവം, ആ ഒരു വിശ്വാസം മാത്രമേ നമുക്ക് പാടുള്ളൂ. പല ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു വിശ്വാസം നമ്മളുണ്ട്. ഒരു ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ, ഈ 5 നേരവും നിസ്കരിച്ച് നമ്മുടെ ഇസ്ലാമിക വിധി പ്രകാരം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോയാൽ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ്, സമാധാനമായിട്ട് ഞാൻ പോകുന്നു. അതേപോലെ തന്നെ എല്ലാവരും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് പരലോകത്തും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഖുർആൻ വായിച്ചിട്ടില്ലാത്തവർ എല്ലാവരും നമുക്ക് മലയാള പരിഭാഷ അതിൻ്റെ ലഭിക്കും, അത് വായിക്കണം. അത് വായിച്ച് മനസ്സിലാക്കി അതുപോലെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. അതേപോലെ പരലോകത്തും നമുക്ക് നല്ലൊരു ജീവിതം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് അതുപോലെ പോകാൻ ശ്രമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. نور على نور، نور على نور، يهدي الله لنوره من يشاء، ويضرب الله الأمثال للناس، والله بكل شيء عليم.